കേരളീയ ദർശൻ. കേരളീയ ദർശൻ. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക ജീർണതയ്ക്കെതിരെ ശക്തമായ പ്രതികരണം. കേരളീയ ദർശൻ. നമസ്കാരം. കേരളീയ ദർശനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മേയർ ആര്യ രാജേന്ദ്രന്റെ കത്ത് വിവാദത്തിൽ പ്രതിരോധം തീർക്കാൻ UDF കാലത്തെ കത്തുകൾ കുത്തിപ്പൊക്കി CPM. 7 വർഷം മുമ്പ് UDF അധികാരത്തിലിരുന്ന സമയത്ത് പലവിധ നിയമനങ്ങൾക്കായി നടത്തിയ ശുപാർശ കത്തുകളാണ് CPM കുത്തിപ്പൊക്കിയത്. ഇതിൽ ഷാഫി പറമ്പിൽ MLA കത്ത് നഗരസഭാ ആസ്ഥാനത്തിന് മുന്നിൽ ഫ്ലക്സ് അടിച്ച് സ്ഥാപിക്കുകയും ചെയ്തു. 2011 അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി കോൺഗ്രസിന് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുള്ളയാളിനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അയച്ച കത്താണ് CPM പ്രധാന ആയുധമാക്കി ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിനൊപ്പം ഇപ്പോഴത്തെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേന്ദ്ര ഊർജ്ജ സഹമന്ത്രിയായിരുന്ന കാലത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അയച്ച ശുപാർശ കത്തും പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനു പുറമെ കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി PT തോമസിന് അയച്ച ശുപാർശ കത്ത് ജോസഫ് വാഴക്കൻ, TN പ്രതാപൻ, KP ധനപാലൻ, PC വിഷ്ണുനാഥ്, AA ഷുക്കൂർ, N പീതാംബരക്കുറുപ്പ്, ഷാഹിദ കമാൽ, ഹൈബി ഈഡൻ, KNA ഖാദർ, AP അനിൽകുമാർ, CP ജോൺ, MM ഹസൻ തുടങ്ങി നിരവധി കോൺഗ്രസ് നേതാക്കളുടെ ശുപാർശ കത്തും പുറത്തു വന്നിട്ടുണ്ട്. ഇവയെല്ലാം ഗവൺമെന്റ് പ്ലീഡർ, പബ്ലിക് പ്രോസിക്യൂട്ടർ തുടങ്ങിയ തസ്തികകളിലേക്കുള്ളവയാണെന്നാണ് ശ്രദ്ധേയം. കാലാകാലങ്ങളായി ഇരു മുന്നണികളും അധികാരത്തിലിരുന്ന സമയത്ത് അവർക്ക് വേണ്ടപ്പെട്ട അഭിഭാഷകരെ ഇങ്ങനെ നിയമിക്കാറുണ്ടെന്നുള്ള കീഴ്വഴക്കമാണ് ഇതിനുള്ള ശുപാർശ കത്തുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. തിരുവനന്തപുരം മേയറും CPM ജില്ലാ സെക്രട്ടറിയും ഉൾപ്പെട്ട പിൻവാതിൽ നിയമന വിഭാഗത്തിന് പ്രതിരോധം തീർക്കാൻ വേണ്ടി CPM സൈബർ വിഭാഗമാണ് ഇവ ഉയർത്തിക്കൊണ്ടുവന്നത്. ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റാൻ സംസ്ഥാനം നിയമനിർമ്മാണവുമായി മുന്നോട്ടു പോകുന്നതിനിടെ UGC ചട്ടം ഭേദഗതി ചെയ്ത് എല്ലാ സർവകലാശാലയുടെയും ചാൻസലർ ഗവർണർ തന്നെയെന്ന് ഉറപ്പിക്കാൻ ഒരുങ്ങി കേന്ദ്രം. UGC ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ പ്രാബല്യത്തിലാക്കാനാണ് നീക്കം. ഇതോടെ സംസ്ഥാന നിയമങ്ങൾക്ക് നിലനിൽപ്പില്ലാതാകും. കേന്ദ്ര സർവകലാശാലകളുടെ രാഷ്ട്രപതി വിസിറ്ററായിരിക്കുന്ന മാതൃകയിലാവും സംസ്ഥാന സർവകലാശാലകളിൽ ഗവർണർ തന്നെ ചാൻസലർ എന്ന ഭേദഗതിക്ക് ശ്രമിക്കുന്നത്. ഇതിലൂടെ സർവകലാശാലകളിൽ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ ഇടപെടൽ തടയാനും സ്വയംഭരണം ഉറപ്പാക്കാനും കഴിയുമെന്നാണ് വിലയിരുത്തൽ. തെലങ്കാന MLA-മാരെ കൂറുമാറ്റിക്കാൻ ശ്രമിച്ച കേസിൽ NDAയുടെ കേരള കൺവീനറായ തുഷാർ വെള്ളാപ്പള്ളിക്ക് നോട്ടീസ്. കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന്റെ SP രാമ മഹേഷിയുടെ നേതൃത്വത്തിലുള്ള സംഘം BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തിയാണ് നോട്ടീസ് നൽകിയത്. ഈ മാസം 21-ന് ഹൈദരാബാദിൽ പ്രത്യേകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം. അന്വേഷണ സംഘം എത്തിയപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി സ്ഥലത്തില്ലാത്തതിനാൽ ഓഫീസ് സെക്രട്ടറിക്ക് നോട്ടീസ് കൈപ്പറ്റി 4 MLA-മാർക്ക് കൂറുമാറാൻ ഇടനിലക്കാർ 100 കോടി വാഗ്ദാനം നൽകിയെന്നാണ് TRS മുഖ്യമന്ത്രിയുടെ ആരോപണം. അഹമ്മദാബാദിലിരുന്ന് തുഷാറാണ് ഇടനിലക്കാരെ നിയന്ത്രിച്ചതെന്ന് തെലങ്കാന മുഖ്യമന്ത്രി KCR കഴിഞ്ഞ ദിവസമാണ് ആരോപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ കോൾ റെക്കോർഡിംഗ് തുടങ്ങിയ തെളിവുകളടക്കം പുറത്തുവിട്ടാണ് KCR ഓപ്പറേഷൻ ലോട്ടസ് ആരോപണം നടത്തിയത്. ശബരിമലയിലെ വിവാദ കൈപ്പുസ്തകം പിൻവലിച്ച് സർക്കാർ. ആചാര ലംഘനത്തിന് കളമൊരുക്കി ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ കൈപ്പുസ്തകം വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് കൈപ്പുസ്തകം പിൻവലിക്കാൻ തീരുമാനിച്ചത്. പുസ്തകം പിൻവലിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടുവെന്ന് ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ പറഞ്ഞു. ഇപ്പോഴാണ് വിഷയം ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു ഉത്തരവ് അല്ല ഇത്. സർക്കാരുമായി യാതൊരു ബന്ധവുമില്ല. പണ്ട് അടിച്ചുവിട്ടതാണ്. അതേപോലെ കൊടുത്തു. നിലവിലുള്ള സംവിധാനത്തിൽ യാതൊരു മാറ്റം വരുത്താനും ദേവസ്വം ബോർഡും സർക്കാരും ആഗ്രഹിക്കുന്നില്ല. വിഷയത്തിൽ ആശങ്കയോ വിവാദമോ ആവശ്യമില്ല. പ്രയാസമുണ്ടാകുന്ന ഒരു ഇടപെടലും ഉണ്ടാകില്ല എന്നുറപ്പാണ് എന്നും മന്ത്രി വ്യക്തമാക്കി. കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 29-നാണ് ഉദ്ഘാടനം. കേന്ദ്ര സഹമന്ത്രിമാരായ BK സിംഗ്, B. മുരളീധരൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 2018 ഡിസംബറിലാണ് പാത നിർമ്മാണം ആരംഭിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേ എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. സംസ്ഥാനത്ത് ഇന്നു മുതൽ നവംബർ 20 വരെ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കനത്ത മഴയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്.
ഇന്ന് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. നോട്ട് നിരോധനത്തെ ന്യായീകരിച്ച് കേന്ദ്ര സർക്കാർ. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട കേസിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ റിസർവ് ബാങ്കിനും കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. വ്യാജ കറൻസിയും തീവ്രവാദ ഫണ്ടിങ്ങും ചെറുക്കുന്നതിനുള്ള ഫലപ്രദമായ നടപടിയാണ് 2016 നോട്ട് നിരോധനമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. കൂടാതെ കള്ളപ്പണം, നികുതി വെട്ടിപ്പ് തുടങ്ങിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗം കൂടിയാണിതെന്നും കേന്ദ്രം അറിയിച്ചു. ഇതോടെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.